ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? കുറച്ച് ആൾക്കാർ എന്നോട് കമന്റ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കത്തെ? അവിടെ മൊത്തം കള്ളത്തരവും തട്ടിപ്പല്ലേ നടന്ന് ഒരു അക്ഷരം നിങ്ങൾ അതിനെപ്പറ്റി മുണ്ടിയിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയാം, നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ബീഹാറിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് അറിയാം. ബീഹാറിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടുന്നവരെ കൃത്യമായിട്ട് നമുക്ക് കുറച്ച് ആൾക്കറിയാം. ആ കുറച്ചാൾ ആരെല്ലാന്നറിയാം. നമ്മളെ മോഡിജി ഉണ്ട്, നമ്മളെ അമിത്ഷാജി ഉണ്ട്, പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുതലാളിയില്ലേ ജ്ഞാനേഷ് കുമാർജി, മൂപ്പർക്കറിയാം. പിന്നെ നിതീഷ് കുമാറിലെ നിലവിലെ ബീഹാർ മുഖ്യമന്ത്രി, ഇവര് നാലാക്കും. പിന്നെ എനിക്കും കൃത്യമായിട്ട് അറിയാം ബീഹാറിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായത് എന്താ വെച്ചാൽ, ബീഹാറിൽ മൊത്തം 243 നിയമസഭാ സീറ്റാണ്. ഇനി എങ്ങാനും വോട്ടെണ്ണുമ്പം 243 ഉള്ളത് 300 സീറ്റിൽ BJP ജയിച്ചെന്നെങ്ങാനും വരുമോ എന്നുള്ളൊരു സംശയം മാത്രമേ എനക്കുണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അഞ്ചാക്കും അറിയുന്ന പോലെ ഒരൊറ്റ പ്ലെയിനിലെ കാര്യങ്ങൾ നടന്നേ. എല്ലാ നിഷ്കളങ്കരെ, നിങ്ങൾ ഈ വിധിയല്ലാതെ വേറെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കാൻ മാത്രം നിങ്ങൾക്ക് വിവരമില്ലാണ്ടായ ഇനി അങ്ങോട്ടുണ്ടല്ല, ഇലക്ഷൻ ഇല്ലാത്ത ഇന്ത്യയാണ് നമ്മൾ ജിയുടെയൊക്കെ സ്വപ്നം. അതിലേക്കാണ് പോകുന്നത്. അല്ലെ, എന്തിനാണ് പോയിട്ട് വോട്ട് ചെയ്തിട്ട് എങ്ങനെ വോട്ട് ചെയ്താലും തിരിഞ്ഞു മറിഞ്ഞ് ഇവരുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? എന്തിനാണ് വെയിൽ കൊള്ളുന്നത്? എന്തിനാണ് ഒരു മാസത്തോളം ഇങ്ങനെ വെയിലിൽ ആൾക്കാർ പ്രചരണത്തിന് പോകുന്നത്? എന്തിനാണ് ആൾക്കാർ ലീവാക്കിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒരു കാര്യമില്ല, ഒരാവശ്യമില്ല. എല്ലാവർക്കും സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാം. ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ജിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ മുതലാളി ചെയ്തു തീർക്കും. ഇന്നലെ ഇതുമായിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മളെ മീഡിയ മുകളിലെ നിഷാദ് റാവുത്തർ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തിനാണ് ബീഹാർ പിടിക്കാൻ വേണ്ടി BJPക്കാർക്ക് ഇത്രമാത്രം തിരക്കുന്ന്? കാരണം വേറെ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത അത്ര പ്രത്യേകത BJPക്കാർ ബീഹാറിന് കൊടുത്തത് എന്തിനാണെന്ന് കൃത്യമായിട്ട് റാവുത്തർ പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അങ്ങോട്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നതും കൂടി നിങ്ങൾക്ക് അത് കേട്ടാൽ മനസ്സിലാവും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു. അത്ഭുതമൊന്നും സംഭവിച്ചില്ല. BJP സഖ്യം അധികാര തുടർച്ച ഉറപ്പാക്കി. RJDയെ പിന്തള്ളി ബീഹാറിലെ ഏറ്റവും വലിയ കക്ഷിയായി BJP മാറി. NDA സഖ്യം സീറ്റു നിലയിൽ 200 കടന്നപ്പോൾ മഹാഗഡ്ബന്ധൻ വെറും 35 സീറ്റിലേക്ക് ചുരുങ്ങിയൊതുങ്ങി അതിദയനീയമായ പരാജയത്തിന് ഇരകളായി. കഴിഞ്ഞ തവണ 74 സീറ്റുകളുമായി ഏറ്റവും വലിയ കക്ഷിയായി കരുത്തുകാട്ടിയ RJD ഇത്തവണ പക്ഷേ ദാരുണമായി തകർന്നു. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെയെല്ലാം അതിജയിക്കാൻ കഴിയും വിധം തന്ത്രങ്ങൾ ഒരുക്കിയാണ് BJP സഖ്യം അഭൂതപൂർവമായ വിജയം നേടിയത് എന്ന് നിരീക്ഷകരും വിലയിരുത്തൽ വിദഗ്ധരും പറയുന്നു. ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മികവിനെക്കുറിച്ച് കേരളത്തിൽ പോലുമുള്ള ഗോദി മീഡിയകൾ പെരുമ്പറ മുഴക്കുന്നു. ആദ്യ ചോദ്യം ഇതാണ്: ഇങ്ങനെ ഒരു പരാജയം സത്യത്തിൽ പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരുന്നോ? ഈ തെരഞ്ഞെടുപ്പിൽ അസാധാരണവും ദുരൂഹവുമായ എന്തെങ്കിലും സംഗതികൾ അരങ്ങേറിയോ? അവയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു കണക്ക് ആദ്യം വരുന്നു. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പ്രസിദ്ധീകരിച്ച ഒരു കണക്ക്. 60 ലക്ഷത്തിലധികം പേരെ പുറത്താക്കിയ അതിതീവ്ര പരിശോധനയ്ക്ക് ശേഷം ബീഹാറിൽ ബാക്കി വന്ന വോട്ടുകൾ 7,42 ലക്ഷം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങളും പൂർത്തിയായ ശേഷം കമ്മീഷൻ പുറത്തിറക്കിയ കണക്കുപ്രകാരം സംസ്ഥാനത്ത് 7,45 ലക്ഷം പേർ വോട്ട് ചെയ്തു. വോട്ടിംഗ് ശതമാനം 66.9. അത്ഭുതപ്പെടുത്തുന്ന ഈ കണക്കിലെ കള്ളത്തരം ഒറ്റനോട്ടത്തിൽ മനസ്സിലായോ? ആകെ വോട്ടർമാരുടെ എണ്ണം 7,42 ലക്ഷം. വോട്ട് ചെയ്തത് 7,45 ലക്ഷം. അതെവിടെ നിന്നാണ് ഈ 3 ലക്ഷം വോട്ടുകൾ അധികം വന്നത്? എന്നാൽ അവിടെ തീരുന്നുണ്ടോ ദുരൂഹത? അല്ലെങ്കിൽ അവിടെയാണോ ശരിക്കുള്ള ദുരൂഹത കിടക്കുന്നത്? അല്ല. ആകെ വോട്ടർമാരിൽ 66% പേരാണല്ലോ വോട്ട് ചെയ്തത്. അതാണ് കമ്മീഷൻ പറയുന്ന കണക്ക്. അതായത് 7,42 ലക്ഷത്തിന്റെ 66%. അതെത്ര വരും? അത് 4,89 ലക്ഷമല്ലേ വരൂ, അല്ലെങ്കിൽ കുറച്ചുകൂടി. അപ്പോഴെങ്ങനെ 7 കോടിയിലധികം പേർ വോട്ട് ചെയ്യും? BJP സഖ്യം 200-ലധികം സീറ്റുകൾ നേടി അത്ഭുതകരമായ വിജയം കരസ്ഥമാക്കിയ ഈ തെരഞ്ഞെടുപ്പിൽ ഈ അധികമായി ഒഴുകി വന്ന വോട്ടിന്റെ കണക്കൊക്കെ പറയാനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ലേ? അതോ അതിനോടും സ്വാഭാവികമായ തുടർന്നു വരുന്ന മൗനം അവലംബിക്കുമോ അവർ? തീപാറിയ പോരാട്ടത്തിനൊടുവിൽ ഫലം പുറത്തു വന്നപ്പോൾ മഹാസഖ്യം എന്ന പ്രതിപക്ഷം അപമാനകരമായ തോൽവിക്ക് വിധേയരായി. എക്സിറ്റ് പോളുകളെ പോലും അമ്പരപ്പിച്ച് മോദി നിതീഷ് സഖ്യം 200-ലധികം സീറ്റ് നേടി ഭരണ തുടർച്ച ഉറപ്പാക്കി. നിതീഷ് കുമാർ 5ാമതും മുഖ്യമന്ത്രി. കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നിട്ടും, വോട്ട് ചോരി പോലെയുള്ള അതിഗൗരവ ആരോപണങ്ങൾ ഉണ്ടായിരുന്നിട്ടും വോട്ടിംഗ് മെഷീനിലെ BJPയെ അത് രോമത്തിൽ പോലും സ്പർശിച്ചില്ല. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നുവെങ്കിൽ മെഷീനിലേക്ക് കടന്നപ്പോൾ BJPയെ പിടിച്ചാൽ കിട്ടാത്ത നിലയായി മാറി. എക്സിറ്റ് പോളുകളെല്ലാം പരമാവധി 160 സീറ്റുകളാണ് പ്രവചിച്ചതെങ്കിലും BJP ക്യാമ്പിനെ പോലും ഞെട്ടിച്ച് 200 കടന്ന് അത് മുന്നോട്ട് പോയി. ഈ കനത്ത പരാജയം പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരുന്നോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. കുറഞ്ഞ പക്ഷം രാഹുൽ ഗാന്ധിയെങ്കിലും ഇങ്ങനെ ഒന്നിനെ പ്രതീക്ഷിച്ച മട്ടാണ്. ഹരിയാനയിലെ വോട്ട് കള്ളത്തരം വെളിപ്പെടുത്താൻ രാഹുൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഒടുക്കം അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്: ബീഹാറിലും ഇതുതന്നെ സംഭവിച്ചേക്കാം എന്ന്. തട്ടിപ്പ് നടന്നുപോയെന്ന് ഉറപ്പിച്ച് പറയാറൊന്നുമായിട്ടില്ല. പക്ഷെ ഹരിയാനയിൽ സംഭവിച്ചത് തന്നെ ബീഹാറിലും സംഭവിച്ചു. സർക്കാരിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു ഹരിയാനയിൽ.
ഒരു നിലയ്ക്കും BJPക്ക് ഭരണ തുടർച്ച സൃഷ്ടിക്കാനാവില്ലെന്ന് സകലരും പ്രവചിച്ചു. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ ആ ഫലസൂചനകൾ തന്നെ വന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. BJP വീണ്ടും ഭൂരിപക്ഷം നിലനിർത്തി ഹരിയാനയിൽ അധികാരം ഉറപ്പിച്ചു. ആ ഹരിയാനയിൽ നടന്നത് മുഴുവൻ തട്ടിപ്പാണെന്ന് രാഹുൽ ഗാന്ധി തെളിവ് നിരത്തി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഒരു സംവിധാനവും ഒന്നും മിണ്ടുന്നില്ല. ആ ദുരൂഹ മൗനത്തിനിടയിലൂടെയാണ് ബീഹാറിലെ ഈ അത്ഭുതപ്പെടുത്തുന്ന ഫലം പുറത്തുവരുന്നത്. മറ്റെവിടെ തോറ്റാലും ബീഹാറിൽ ജയിക്കുക എന്നത് BJPയെ സംബന്ധിച്ച് മരണ പോരാട്ടമായിരുന്നു. കാരണം ബീഹാർ നിതീഷ് കുമാറിന്റെ അധികാര കസേര ഇരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ സ്വസ്ഥനും സന്തോഷവാനുമാക്കി നിതീഷിനെ കസേരയിൽ ഇരുത്തിയില്ലെങ്കിൽ അത് കേന്ദ്രത്തിലെ മോദിയുടെ കസേരയുടെ കാലിളക്കത്തിലേക്ക് നയിക്കും. ബീഹാറിൽ അധികാരം നഷ്ടപ്പെടുന്ന നിതീഷിന് എന്നാൽ ഇനി പ്രധാനമന്ത്രിയായേക്കാം എന്ന് തോന്നാമല്ലോ. ആ ചിന്ത ഒഴിവാക്കി അദ്ദേഹത്തെ സംസ്ഥാനത്തെ 1-ാം നമ്പർ കസേരയിൽ തന്നെ ഇരുത്തി റിസ്ക് ഒഴിവാക്കേണ്ടതുണ്ട് BJPക്ക്. അതുകൊണ്ട് കളിക്കാവുന്ന സകല കളികളും കളിച്ചും BJP ബീഹാർ പിടിച്ചു. അതിനവർ പ്രത്യക്ഷത്തിൽ തന്നെ പലതരം നമ്പറുകൾ പയറ്റിയിട്ടുണ്ട്. എന്നാൽ അവയിലെല്ലാം ഒരുപോലെ ദൃശ്യമാകുന്ന ഒരു സംഗതി ക്രമക്കേടാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബീഹാർ BJPക്ക് ഇത്രമാത്രം പ്രാധാന്യം എന്തിനാണെന്ന്? കാരണം ഇവിടെ തോറ്റുകഴിഞ്ഞില്ല, നിതീഷ് കുമാർ തോറ്റുകഴിഞ്ഞില്ല, നിതീഷ് കുമാർ നേരെ കേന്ദ്രത്തിലേക്ക് വിടും, ദില്ലിയിലേക്ക് വിടും. എന്നിട്ട് അവിടുന്ന് നരേന്ദ്രമോദിയോട് പറയും ഇറങ്ങ് എനിക്ക് അവിടെ ഇരിക്കണമെന്ന്. കാരണം നിതീഷ് കുമാറിന്റെ MP-മാരുടെ ബലത്തിലാണ് മോഡിജി ആ കസേരയിൽ ഇരിക്കുന്നത്. അത് കൃത്യമായിട്ട് അറിഞ്ഞ സംഘപരിവാർ കാണിച്ചു കൂട്ടിയ തട്ടിപ്പിന്റെ ഫലമായിട്ടാണ് സംഘപരിവാറുകാർ പോലും ഞെട്ടിപ്പോയ ഇത്രയും വലിയൊരു ഫലം ബീഹാറിൽ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 300ന്റെ മുകളിൽ സീറ്റ് പോകാത്തത് നമ്മളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗ്യം. കാരണം അമ്മാതിരി തട്ടിപ്പാണ് അവിടെ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, 3 ലക്ഷം വോട്ട് ഇവർ പറഞ്ഞതിനെക്കാട്ടി 3 ലക്ഷം വോട്ട് അധികമാണ്. ഇവിടുന്ന് വന്നു ചോദിക്കുമ്പോൾ ഉത്തരവില്ല. നമ്മളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല. പിന്നെ കുറച്ച് BJP നേതാക്കന്മാർ നമ്മളെ മുരളീധരന്റെ പെട്രോളിന്റെ സിദ്ധാന്തം ഉണ്ടല്ലോ, നമ്മളെ ക്രൂഡ് ഓയിലും പെട്രോളും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ കണക്ക്, അതുപോലത്തെ കുറെ ആർക്കും തിരിയാത്ത കുറെ പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ 3 ലക്ഷം വോട്ട് കൂടുതലായിട്ട് വന്നത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിന്റെ കുഴപ്പമാണെങ്കിൽ നിങ്ങൾ ഈ കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഈ SIR ഇവിടെ പോയിട്ട് അവസാനിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ പുതുതായിട്ട് നടത്തുന്ന ഈ പരിപാടിയും തെറ്റിന്റെ കൂമ്പാരമാണെന്ന് നിങ്ങൾ സമ്മതിക്കണം കേട്ടോ. അതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ കണ്ണൂരിൽ ഒരു BLO ആത്മഹത്യ ചെയ്യേണ്ടതെന്ന്. കാരണം ആർക്കും തിരിയുന്നില്ല. BLOമാർക്ക് വരെ ജോലിയുടെ പ്രഷർ കൂടിയിട്ടുള്ള അവർക്ക് വരെ ചെയ്യുന്നില്ല ഇതെന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോഴാണ് ഒരു വിവരമില്ലാത്ത ബീഹാറിൽ ഇത്രയും പെട്ടെന്ന് ഇവർ ഈ സംഭവം നടപ്പിലാക്കിയത്. അപ്പം തന്നെ നമുക്ക് ഏകദേശം ഇതിന്റെ രൂപം എങ്ങോട്ടാ പോകുന്നത് മനസ്സിലായല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന്റെ മൊയലാളി ഉള്ളിടത്തോളം കാലം ഇനി അങ്ങോട്ട് ഇതൊക്കെ തന്നെ നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ടു. പിന്നെ ഇതൊക്കെ ഞാൻ ആദ്യമേ മുൻകൂട്ടി കണ്ടിരുന്നു. കാരണം ആരും കണ്ടില്ലെങ്കിലും ഞാനിത് മുൻകൂട്ടി കണ്ടിരുന്നു. ഇതേ സംഭവിക്കുന്നു. ഇനി അങ്ങോട്ടും നമ്മുടെ നാട്ടിൽ ഏകദേശം ഇതേപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടാ. പക്ഷെ കേരളത്തിൽ സംഭവിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. കാരണം നമ്മൾ മറ്റുള്ള സംസ്ഥാനത്തെ പാർട്ടിക്കാരെ പോലെയല്ല. കേരളത്തിൽ ഓരോ ബൂത്തിലും കൃത്യമായിട്ട് കണ്ണിൽ അന്വേഷിച്ച് കാത്തിരിക്കുന്ന എല്ലാ പാർട്ടിയുടെയും പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇവർക്ക് കുറച്ച് പണിയുണ്ട്. എന്നാലും തൃശ്ശൂരിൽ വരെ അവർ കഴിഞ്ഞ പ്രാവശ്യം തട്ടിപ്പ് നടത്തി. അതുകൊണ്ട് ഇനിയെങ്കിലും ഉറക്കം എഴുന്നേറ്റ് നോക്കി ഇരുന്നില്ലെങ്കില്ല ഈ കേരളവും ഇവർ ഇതുപോലെ അങ്ങ് കൊണ്ടുപോകും. ഒരെലക്ഷനും ഇല്ലാതെ നമ്മുടെ മുതലാളിയുടെ കനിവില് BJPക്കാർ അങ്ങ് കൊണ്ടുപോകും. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ഒരു ദിവസം ഇവരുടെ കള്ളത്തരത്തിനും ഇവരുടെ ചതിക്കലും ഒരു അറുതി വരും. അന്ന് ജനാധിപത്യം വീണ്ടും പുലരും. അപ്പനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.